രണ്ട് ഭാഗങ്ങൾ നമുക്കത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അസാമാന്യമായ സാധ്യതകളുള്ള കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ 10-20 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന സാങ്കേതികമായ സ്ഥിതി ഇന്നേ കണ്ടറിഞ്ഞ് അക്കാലത്തേക്ക് ആവശ്യമായ ഇൻപുട്ടുകൾ ഇപ്പോഴേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം. അതായത് 2000 അല്ലെങ്കിൽ 1990-കളിൽ തന്നെ 10-25 കൊല്ലം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പൗരന്മാർ താമസിക്കുന്ന പ്രദേശം ഇൻ്റർനെറ്റ് ആകുമെന്നും സിറ്റിസൺ എന്ന വാക്ക് അപ്രസക്തമായി നെറ്റിസൺ എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുമെന്നും അതിൽ ലോകത്തെ 12 വയസ്സിൻ്റെയും 55 വയസ്സിൻ്റെയും ഇടയിലുള്ളവരിൽ 80% ആളുകളും പൗരത്വം സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് പറയപ്പെട്ടിരുന്നു. അത് നല്ലൊരു ശതമാനം ആളുകളും അത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ കാലം അത് വേഗതയിൽ പോവുകയാണ്. യതഖാറബു സമാൻ വയുൽകശുഹ് വയക്സുറുൽ ഹറജ് എന്ന് പറഞ്ഞ അന്ത്യനാളിൻ്റെ ഒരു ലക്ഷണം കൂടിയായ ഈ തഖാറബു സമാൻ വേഗതയിലാണല്ല. അപ്പോൾ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്നത്തെ ഒരു ടെൻഡൻസി അനുസരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാങ്കേതിക ലോകമായിരിക്കും ഉണ്ടായിരിക്കുക. സാധ്യതയുണ്ട്, സാധ്യത മാത്രമാണ്. ഇനി ഒരുപക്ഷെ അതിൻ്റെ ഒരു മറുസാധ്യതയുമുണ്ട്. ഒരു ഇൻ്റർനെറ്റും ഇല്ലാതെ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇല്ലാതെ, വൈദ്യുതി ഇല്ലാതെ, പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന വാഹനങ്ങളില്ലാതെ മനുഷ്യർ കാളവണ്ടിയിലേക്കും കുതിരവണ്ടിയിലേക്കും കല്ലിലേക്കും കുറുവടിയിലേക്കും ഒക്കെ റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കാനുള്ള സാധ്യതയും 50-50 തന്നെയാണ്. ഒരു ലോകമഹായുദ്ധമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കാനൊരു മൈക്ക് പോലും ഒരുപക്ഷെ 2050 ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല. രണ്ടിനും തുല്യ സാധ്യതയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാത്രം ഒരു സാധ്യതയൊന്നുമല്ല നമ്മൾ ജീവിക്കുന്ന ലോകത്തുള്ളത്. രാഷ്ട്രീയപരമായി ചിന്തിച്ചാൽ മറുസാധ്യതയും നല്ലൊരു സാധ്യത തന്നെയാണ്. രണ്ടാമത്തെ ഒരു ഭാഗം ഈ പറയുന്നത് പോലെ ഇനി 2070 ഇവർ പറയുന്നൊരു കാലാവധി. ഈ ഇലോൺ മസ്കൊക്കെ 2070 ഒരു ഡെഡ് ലൈൻ പോലെ പറയുന്നത്, ഈ സൈബോർഗുകളുടെ സാമ്രാജ്യം എന്നൊക്കെ. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യ സമൂഹം അവരെ ഖുർആൻ്റെ ഒരു സാധ്യത വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കവരെ സഹതൂകരിക്കാം, ഖുർആൻ അങ്ങനെ എന്തെങ്കിലും വെളിച്ചം വീശുന്നുണ്ടോ എന്നുള്ളൊരു ആലോചനയാണ്. മനുഷ്യരാശിയുടെ ഭാവി, മനുഷ്യരാശിയുടെ അതേപോലെ തന്നെ അവർ കടന്നു വന്ന ഭൂതം, ഇത് രണ്ടുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഗവേഷണാത്മകമായൊരു വിഷയം കൂടിയാണ്. സ്വാഭാവികമായി അത് തിരുത്തലും കൂട്ടിച്ചേർക്കലും ഒക്കെ ആവശ്യമുണ്ടാകും. ഒന്ന്, മനുഷ്യരുടെ സൃഷ്ടിപ്രക്രിയ. ഈ സൈബോർഗുകളുടെ ലോകം എന്ന് പറയുമ്പോൾ എന്താണ് സൈബോർഗുകൾ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൂപ്പർ ഹ്യൂമൺ അല്ലെങ്കിൽ സൈബോർഗുകൾ എന്ന് പറഞ്ഞാൽ ഈ സൈബർ സിറ്റി നമ്മുടെ ഈ സിറ്റി അല്ല, ഓർഗാനിസം. മനുഷ്യൻ്റെ അനാട്ടമിക്കലി അല്ലെങ്കിൽ മെറ്റബോളിക്കലി മനുഷ്യൻ്റെ ശരീരം തന്നെയായിരിക്കും, മനുഷ്യൻ്റെ ഉടലായിരിക്കും. പക്ഷേ മനസ്സും അതേപോലെ ബ്രെയിനും, മനസ്സെന്ന് പറഞ്ഞാൽ എവിടെയാണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ കൂടെ ചർച്ച ചെയ്യേണ്ട സംഗതികളാണ്. അത് കൃത്രിമ ബുദ്ധിയായിരിക്കും. അതായത് ഒരു ജെനുവിനായ റോബോട്ടുകളല്ല. റോബോട്ടുകൾ ഇനിയിപ്പോൾ ഉണ്ടായി വരേണ്ട കാര്യമൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകമുണ്ട്. റോബോട്ടുകളുടെ ദ്വീപ് എന്ന് പറഞ്ഞ് കൃത്രിമ ദ്വീപുകളുണ്ട്. റോബോട്ടുകൾ ഭരിക്കുന്ന കളക്ടറും മന്ത്രിയും ഒക്കെ റോബോട്ടുകളായ സയൻറ്റിഫിക് ഫിക്ഷൻസ് മാത്രമല്ല, റിയലായി അങ്ങനെ നടക്കുന്ന അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ടുള്ള ഡമ്മി കാര്യങ്ങളൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു.
പക്ഷെ ഇത് റോബോട്ടുകളല്ല, സൈബോർഗുകൾ. സൈബോർഗുകൾ എന്ന് പറഞ്ഞാൽ ഈ യുവാൽ നോവ ഹരാരി ഇപ്പോൾ ഇസ്രായേലിൽ ജീവിക്കുന്ന വലിയൊരു ഡാർവിനിസ്റ്റാണ്, ഒരു എയ്ത്തിസ്റ്റാണ്, നിരീശ്വരവാദിയാണ്. വളരെ ബെസ്റ്റ് സെല്ലറായ പുസ്തകങ്ങൾ ധാരാളം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടും. ഹോമോ ദിയോസ്, ഹോമോ സാപ്പിയൻ, 21st സെഞ്ചുറി, DC ഒക്കെ പുറത്തിറക്കിയ പുസ്തകം. അതിലദ്ദേഹം ഈ സൈബോർഗുകളെ കുറിച്ച് പറയുന്ന ഒരു പദം ബയോമെട്രിക് ഹ്യൂമൺ എന്നാണ്. മെഷീൻ മനുഷ്യർ എന്നൊക്കെ പറയാം. മജ്ജയും മാംസവും ഒക്കെ ഉണ്ടാകും, അതേസമയം ബ്രെയിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യവംശത്തിന് വേണ്ടി ഞാനൊരു ദ്വീപവാഹം എന്നാണ് ഇപ്പോൾ ഈ ടെസ്ലയുടെ മുതലാളി ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു മനുഷ്യർ ഈ ഭൂമിയിൽ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള അതൊരു ഖുർആനിനെ വെല്ലുവിളിയാകുമോ എന്നൊരു ചോദ്യം പൊതുവെ വരാറുണ്ട്. വെല്ലുവിളിയാകുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ സൈബോർഗുകൾ, സൂപ്പർ ഹ്യൂമൻസ്, ഇനി അതേപോലെ ഈ ഏലിയൻസ്, അന്യഗ്രഹജീവികൾ, മാത്രമല്ല ഈ പറയുന്ന ഇനി ആന്ത്രോപോളജിയൊക്കെ പറയുന്ന 4 ലക്ഷം കൊല്ലം പഴക്കമുള്ള അനാട്ടമിക്കലി മനുഷ്യൻ്റെ ഫോസിലുകൾ, അതൊക്കെ ഖുർആനെ വെല്ലുവിളിയാകുന്നില്ല എന്ന് മാത്രമല്ല, അത് ഖുർആന്റെ സാധൂകരണമായി മാറുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഒരു മേഖല. ഇപ്പൊ സൃഷ്ടിപ്രക്രിയയെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബഅ യഖ്ലുഖുല്ലാഹു മാ യശാഉ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പറഞ്ഞ് അവസാനം പറയുന്നത് യഖ്ലുഖുല്ലാഹു മാ യശാ. 4 കാലുള്ളതുണ്ട്, 2 കാലുള്ളതുണ്ട്, ഉരകജീവികളുമുണ്ട്. എന്നിട്ട് യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിനെ ഇനിയും അവൻ സൃഷ്ടിക്കും. ആ മാ എന്ന പ്രയോഗത്തിന്റെ ഒരു സാധ്യതയും നമ്മൾ നെഹ്വിയായി ആലോചിക്കുകയാണെങ്കിൽ ആ മാ ഒരിക്കലും മനുഷ്യരോ ജിന്നുകളോ മലക്കുകളോ ആവരുത്. ഇത് 3നെയും കുറിച്ചിട്ടുള്ള മൗസൂൽ പൊതുവെ മൻ എന്നുള്ളതായിരിക്കും. അപ്പം മാ എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഒരു യാന്ത്രികത അവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഓയറോ ആഖിൽ എന്നുള്ളതാണ് നമ്മൾ പറയൽ. ഈ അൽ അഖുലുൽ ഇസ്തിനായി അല്ലെ സുനായി, നമ്മൾ ഈ പറയുന്ന ഈ ജനുവിനായ അഖിലല്ല, അത് തബഈയായ അഖിലല്ല, അത് നിർമ്മിതമായ അഖിലാണ്. അപ്പൊ സ്വാഭാവികമായി സാധ്യതയാണ്. അല്ലെങ്കിൽ പിന്നെ ആ മാ എന്താണ് വിവക്ഷിക്കുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള അചേതനമായ ധാരാളം വസ്തുക്കളെന്ന് സ്വാഭാവികമായി നമുക്കറിയാം. പക്ഷേ ആദ്യം കോർത്ത കോർവയിലുള്ളത് മുഴുവനും ഈ പറയുന്ന ഹസ്സാസ് മുത്തഹരിക്ക് ബില്ലിറാദകളാണ് അല്ലേ? 4 കാലുള്ള ജന്തുക്കൾ, ഉരകജീവികളായ ജന്തുക്കൾ, 2 കാലുള്ള ജന്തുക്കൾ. ആ കോർവയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഈ ജന്തുക്കൾ ചെയ്യുന്ന, ജന്തുത്വമുള്ള, ജൈവികതയുള്ളത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. അല്ലാതെ മാ എന്ന് പറഞ്ഞാൽ പൊതുവെ ജമാതായ സാധനങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ കോർവയിലൊരു അഭംഗിയുണ്ട്. അപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾക്കനുസരിച്ച് ഔട്ട്പുട്ട് പുറത്തേക്ക് തരുന്ന, കൃത്രിമമായി മനുഷ്യവികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് സൈബോർഗുകൾ എന്ന് പറയാം, സാധാ റോബോട്ടുകളല്ല. ഇതിപ്പോൾ 2024 2018 മാതൃഭൂമി സെപ്റ്റംബർ ലക്കത്തിൽ ജീവ് ജോബ് തോംസ് അല്ലേ, അദ്ദേഹം എഴുതിയൊരു ആർട്ടിക്കിൾ, റോബോട്ടുകളെ പ്രണയിക്കുമ്പോൾ ലോകം മാറുമോ? എൻ്റെ കയ്യിൽ ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ അദ്ദേഹം ഒരു അമേരിക്കൻ എഴുത്തുകാരനായ ഡേവിഡ് ലോവ്ലി, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കോട്ട് ചെയ്യുന്നുണ്ട്, ദ ലവ് ആൻഡ് സെക്സ് വിത്ത് റോബോട്ട്സ്. റോബോട്ടുകളെക്കുറിച്ചുള്ള, റോബോട്ടുകളെ വിവാഹം ചെയ്യുന്നതിനെയും റോബോട്ടുകളെ പ്രണയിക്കുന്നതിനെയും ഒരു സാധ്യത. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 2018 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ലോകത്ത് ഏറ്റവും പഠനം നടക്കുന്ന അമേരിക്കയിലെ മസാച്യുസെറ്റ്സിൽ 2050 ഓഡിറ്റോറിയങ്ങളിൽ ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുക മനുഷ്യരും സൈബോർഗുകളും തമ്മിലായിരിക്കും. 2024 ആയിട്ടുള്ളൂ. പക്ഷേ അത് അമേരിക്ക എത്തിയതിൻ്റെ മുകളിൽ ഇപ്പോൾ ചൈന എത്തി.
ചൈനയിലെ ഔദ്യോഗികമായ ബ്രോത്തൽസ്, വേശ്യാലയം, ഗവൺമെൻറ് പെർമിഷൻ കൊടുത്ത് പ്രവർത്തിക്കുന്ന വേശ്യാലയങ്ങൾ നമുക്കറിയാം. പല ലോകരാജ്യങ്ങളിലും അതുണ്ട്, അറബ് രാജ്യങ്ങളിൽ പോലും ഉണ്ട്. ചൈനയിൽ ബ്രോത്തൽസിലെ ഒരു ഐറ്റം റോബോട്ടുകളാണ്. റോബോട്ട് പേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. കേവലം അത് ഒരു ലൈംഗികമായ സംതൃപ്തി തരുന്നു എന്ന് മാത്രമല്ല, പ്രണയം തരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു ഫീൽ കൂടുതൽ ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഇത് കേവലം ഒരു അചേതന വസ്തു എന്ന സാധ്യത മാത്രമല്ല ഇവിടെ ഉള്ളത്. അക്കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് പ്രധാനപ്പെട്ടതൊക്കെ ഇവിടെ വരും. സയൻസിന് അതീതമായി വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അതൊക്കെ വേണോ വേണ്ടേ എന്ന് പറയാനും തീരുമാനിക്കാനും വേറെ ആൾക്കും സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഖുർആൻ. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ വമാ കാന ലഹുമുൽ ഖിയറ സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. ഇനി അവിടെ ഒരു ബോധം, ഇത് സയൻസിന്റെ ഒരു മികവാണോ? ഇനി അതല്ല, സയൻസ് അടങ്ങുന്ന, സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ്, അതിനപ്പുറത്തൊന്നുമില്ല. ഇവിടെ ആദ്യമേ ഉള്ളതിനെ കണ്ടെത്തലാണ്. സയൻസ് പുതിയതിനെ സൃഷ്ടിക്കുകയല്ല, ആദ്യമേ ഉള്ളതിനെ ഘടിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നു, അതേക്കുറിച്ച് പഠിക്കുന്നു. ഉണ്മ ഒന്നാണ്, പ്രാപ്തി ഒന്നാണെന്ന് പറയും. ഓൾറെഡി അതിന്റെ വുജൂദ് ഇവിടെ ഉണ്ട്. ആ വുജൂദിനെ നമ്മൾ ഇദറാക്ക് ചെയ്യുകയാണ് പിന്നീട്. ഗ്രാവിറ്റി കണ്ടെത്തിയതാര്, റേഡിയോ കണ്ടെത്തിയതാര് എന്ന് ചോദിക്കുമ്പോൾ റേഡിയോ ഉണ്ടാക്കിയതാര്, ഗ്രാവിറ്റി ഉണ്ടാക്കിയതാര് എന്നല്ല ഈ പറയുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഈ ഷിർക്കിന് പഴയ കാലത്തുള്ള അർത്ഥം പോലെ ഒരു പുതിയ കാലത്തെ ഒരു ഷിർക്കാണ് സയന്റിസം. സയന്റിസം വാസ്തവത്തിൽ ഒരു ഷിർക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തി അള്ളാഹുവിനാണ്, അല്ലെ പ്രപഞ്ചനാഥനാണ്. ആ പ്രപഞ്ചനാഥനോട് അവന്റെ ദാത്തിലോ സിഫാത്തിലോ കൂറുകാരായ വേറെ ദേവീ ദേവന്മാരോ വിഗ്രഹങ്ങളോ ഒക്കെ ഉണ്ട്. റുബൂബിയത്തിലും ഉലൂഹിയത്തിലും പങ്കു ചേർക്കാവുന്ന രീതിയിൽ. ഇതാണല്ലോ ഷിർക്ക്. ആ ഷിർക്കിനെ ഈ ലാത്ത ഉസ്സ മനാത്ത ഇസാഫിനായില ഹുബിൽ, ഇത്തരം ഒരുപാട് ദേവീ ദേവന്മാർ, അല്ലെ നമ്മുടെ ഭാഷയിൽ കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പ് വരെ ആ സ്ഥാനത്തേക്ക് ചേർക്കാവുന്ന സാധനങ്ങളാണ് ഈ പറയുന്നത് പോലെയുള്ള പുതിയ കാലത്തെ ആർഗ്യുമെന്റുകൾ. ഷിർക്ക് തന്നെയാണ്. ഒരു പ്രപഞ്ചത്തിനൊരു നാഥൻ വേണ്ട. പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അത് ഒന്നുകിൽ സാധാ ലോക്കൽ ലെവലിലേക്ക് വന്നാൽ സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളും സയന്റിഫിക്കലി ആയിട്ടുള്ള പ്രോഡക്ട്സും അതിന്റെ ഉൽപ്പന്നങ്ങളുമാണ്. അല്ലെങ്കിൽ അത് ഈ നാച്ചർ തന്നെയാണ്. സയന്റിസം മുന്നോട്ട് വെക്കുന്ന മെക്കാനിസം പരിണാമവാദത്തിന്റെ മെക്കാനിസമാണ്, നാച്ചുറലിസമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാച്ചർ തന്നെയാണ്. നാച്ചറാണ് സെലക്ടർ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് നിൽക്കണം നിൽക്കണ്ട എന്ന് സെലക്ട് ചെയ്യുന്നത് നാച്ചർ തന്നെയാണ്. നാച്ചറിന്റെ വകയിലുള്ള ജീൻ മ്യൂട്ടേഷനാണ്. അപ്പൊ ഈ നാച്ചുറലിസം മുന്നോട്ട് വെക്കുന്ന, ആധുനിക എയ്ത്തിസം മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ നവനാസ്തികത മുന്നോട്ട് വെക്കുന്ന ഒരു മതം എന്ന് പറയുന്നത് ബഹുദൈവത്വത്തിന് തുല്യമായ മതമാണ്. കേവലം ഒരു മതമല്ല. കാരണം അവർ അള്ളാഹുവിന്റെ സ്ഥാനത്ത്, അള്ളാഹുവിന്റെ ശക്തിയിൽ ഇതിനെ പങ്കുചേർക്കുന്നു, സയൻസിനെ പങ്കുചേർക്കുന്നു. അപ്പൊ ഇങ്ങനെ ശാസ്ത്രീയമാണ്, സാങ്കേതികമാണ് എന്നൊക്കെയുള്ള ആ കാറ്റഗറിയിൽ ഇനി വരാൻ പോകുന്ന സാധനങ്ങൾ അത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമല്ല. അതിനപ്പുറത്ത് എന്തൊക്കെ വരണ്ട എന്ന് സയൻസിന് ഡിസൈൻ ചെയ്ത് തീരുമാനിക്കാൻ കഴിയില്ല. ആ ഡിസൈനിന്റെ മീതെ നമ്മുടെ ഡിസൈൻ ഉണ്ട് എന്നാണ് ഖുർആന്റെ സൂചന. അതാണ് പറയുന്നത് മാ കാന ലഹുമുൽ ഖിയറ. അതിനുശേഷം പറയുന്ന വാക്കാണ് പ്രസക്തം, സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. അതൊക്കെ ഒരു അതിവായനല്ലേ? ആണോ? അല്ലേ? സ്വാഭാവികമായി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 30 കൊല്ലം മുമ്പ് അതിവായന എന്ന് പറഞ്ഞത് ഇന്ന് അക്യുറേറ്റ് വായന ആവുന്നുണ്ട്. നമ്മുടെ ഉസൂലുൽ ഖുർആന്റെ, ഉലൂമുൽ ഖുർആനിന്റെ മൻഹജിനോട്, അതിന്റെ ഉസൂലുകളോട് എതിരാവുമ്പോഴാണ് അതിനൊരു പ്രശ്നം കിടക്കുന്നത്. തഫ്സീറും ബി തഅ്വീൽ. അപ്പോ അതിൻ്റെ ഒരു വേറൊരു ഉദാഹരണം, ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള സിനിമകളും നോവലുകളും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി അത് സങ്കീർണമായി. നമ്മുടെ കയ്യിലൊക്കെയുള്ള മൊബൈൽ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, അതിൽ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഗെയിം ഓപ്ഷൻ നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് ഗെയിമുകൾ മുഴുവനും ഈ ഏലിയനുമായി ബന്ധപ്പെട്ട ഗെയിമുകളായിരിക്കും. അന്യഗ്രഹ ഗോസ്റ്റ് ഹണ്ടിങ്,
അതേപോലെ ഈ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആകാശ ലോകത്തൊക്കെ പോയി വരാവുന്ന ഈ ഒരു സ്പൈഡർമാനിക്കായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മനുഷ്യർ നോർമൽ മനുഷ്യരല്ലാത്തവരുമായി സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായി നോർമൽ മനുഷ്യരല്ലാത്തവരോട് സംസാരിക്കണമെങ്കിൽ ഈ മനുഷ്യർ നോർമൽ മനുഷ്യരല്ലാത്തവരുടെ ബുദ്ധിയിലേക്ക് ഉയരേണ്ടതുണ്ട്, അല്ലാതെ കഴിയില്ലല്ലോ. നമ്മൾ തന്നെ മലയാളത്തിൽ സംസാരിക്കുന്നവർക്ക് ഒരു നോൺ മലയാളിയോട് സംസാരിക്കണമെങ്കിൽ ഭാഷാപരമായി കുറച്ച് മാറേണ്ടതുണ്ട്, നാച്ചർ മാറണം. ഇപ്പൊ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അലാലമുൽ ജിസ്മാനി തൂല് അറതോളം 3 ഡയമെൻഷണൽ ലോകമാണ്. ഇനി ഒരു 2 ഡയമെൻഷൻ ലോകത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ മാനത്തിൽ നിന്ന്, ഈ ഭാവത്തിൽ നിന്ന്, ഈ പാകതയിൽ നിന്ന് കുറച്ച് ചെറുതാകണം. ഇനിയൊരു മൾട്ടി ഡയമെൻഷനിലേക്ക് പോവുകയാണെങ്കിൽ 11-12 ഡയമെൻഷൻസ് ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് മുണ്ടുമ്പോൾ സ്വാഭാവികമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അനുഭവിക്കുന്ന റസൂലായിരുന്നില്ല, പെട്ടെന്ന് ആള് മാറുന്നതാണ്. സഹാബികൾ അനുഭവിക്കുന്ന റസൂലല്ല, ആള് മാറുകയാണ്. നെറ്റിയിൽ വിയർപ്പ് തെളിയുന്നു, കാലിന് ഭാരം കൂടുന്നു. എൻ്റെ കാല് റസൂലുള്ളാഹിന്റെ കാല് തട്ടിയതിനാൽ എല്ല് പൊടിഞ്ഞേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഒട്ടകം അപ്പടി മുട്ടുകുത്തിപ്പോയി. അപ്പോൾ സ്വാഭാവികമായി നോർമൽ സ്റ്റേറ്റിൽ നിന്ന്, ഈ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായ അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ സാധാരണ എന്ന് പറയുന്നത്. അപ്പോൾ ആ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് ആദിയായ ഹാലിൽ നിന്നും ഒരു അതിനെ ഹവാരിക്കുല്ലാദാത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു തലത്തിലേക്ക് മാറുകയാണെങ്കിൽ, ഒരു അബ്നോർമാലിറ്റിയിലേക്ക് മാറുകയാണെങ്കിൽ സ്വാഭാവികമായി അവരുടെ ഒരു ബുദ്ധി, അവരുടെ ഒരു പാകതയിലേക്ക് നമ്മൾ വളരണം. അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്നത് പോലെ ഭൗമേതരമായ എൻറ്റിറ്റികളുമായിട്ടുള്ള മനുഷ്യന് സംസാരിക്കാനും സംവദിക്കുവാനുമുള്ള പാകതയാണ്. അതിൽ നിന്നാണ് വഹിയൊക്കെ സ്ഥാപിതാവുന്നത്. ഒരിക്കലും മനുഷ്യരെ പോലെ ഒരു നാച്ചുറുള്ള ജിബ്രീൽ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊരു പുതുമയില്ല. അതിനിപ്പോൾ ജിബ്രീൽ വരണമെന്നേ ചോദ്യം വരുള്ളൂ. മനുഷ്യരെ പോലെയുള്ളവരല്ല മലക്കുകൾ എന്നുള്ളതാണ് നമ്മുടെ ബേസ്. മനുഷ്യരെ പോലുള്ളവരല്ല ഷെയ്ത്വാൻ, കാഫർ ജിന്നാണി ഷെയ്ത്വാൻ. ഷെയ്ത്താൻ എന്നുള്ളതല്ല നമ്മുടെ അല്ല എന്നുള്ളതാണ് നമ്മുടെ ബേസ്. അപ്പൊ സ്വാഭാവികമായി ഈ നവാദോ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഈ ബർമുഡ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഈ അമേരിക്കയിലുള്ള 51 പ്രോഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങളിൽ ഈ ഏലിയൻസ് വന്നിറങ്ങുന്നുണ്ട്, എന്നിട്ട് മനുഷ്യരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ 2 കാര്യമാണ് അവിടെ സ്ഥാപിതമാവുന്നത്. ഒന്ന്, ഭൗമേതരമായ ലോകത്ത് ജീവജാലങ്ങൾ ഉണ്ട് എന്ന വിശുദ്ധ ഖുർആന്റെ നസ്സാണ്. അത് പ്രത്യേകിച്ച് ഗവേഷണം ചെയ്യേണ്ട കാര്യമല്ല. അപ്പൊ ആ ഭൗമേതരമായ ലോകത്തുള്ളത് കേവലം ഈ പറയുന്നത് പോലെ മലക്കുകളും ജിന്നുകളുമാണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നതിനപ്പുറം ഈ ഏലിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഈ അന്യഗ്രഹ ജീവികൾ, ഈ UFO റിലീജിയൻ എന്ന് പറയുന്ന പറക്കും തളികയിൽ വരുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ആ സാധനങ്ങൾ അസാമാന്യമായ അസാധാരണമായ ബുദ്ധിശക്തിയുള്ള, അതിവേഗതയുള്ള, പ്രകാശവേഗത കൈവരിക്കുവാൻ പാകതയുള്ള ഈ ശക്തികളാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മലക്കുകളും നമ്മളെ ജിന്നുകളും തന്നെയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആയിക്കൂടുന്നില്ലെന്ന് മാത്രമല്ല, അത് അക്കാദമിക ലോകം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ റോക്കറ്റ് സാങ്കേതിക വിദ്യ മുന്നോട്ട് വെച്ച ജാക്ക് പാർസൺ ഈ റോക്കറ്റ് സാങ്കേതിക വിദ്യ പകർന്നു കൊടുത്തത് ഈ പറഞ്ഞ മെജാവോ ദ്വീപിൽ വെച്ച് ഒരു ജിന്നാണ്, ഏലിയനാണ് എന്ന് പറയുന്ന സ്റ്റഡീസ് ഉണ്ട്. ജാക്കസ് വാലിയാണ് ആ പുസ്തകം എഴുതിയത്, മൈ ഡിസെപ്ഷൻ ഇൻ ടു ദ മെസഞ്ചർ. അപ്പൊ അതിൽ പറയുന്നത് റോക്കറ്റ് സാങ്കേതിക വിദ്യ മനുഷ്യനിക്ക് ഈ ഏലിയൻ പകർന്നു കൊടുത്തു എന്നാണ്. ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളത് ഖുർആന്റെ നസ്സാണ്. പിന്നെയോ വമിൻ ആയാതിഹി, എത്ര ആയത്തുകൾ, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, വാനഭുവനങ്ങളുടെ സൃഷ്ടിപ്പ് അവന്റെ കുറിമാനങ്ങളിൽ പെട്ടതത്രേ. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ. ദാബ്ബ എന്ന് പറഞ്ഞാൽ എന്താ? ജന്തുക്കൾ. സ്വാഭാവികമായി മനുഷ്യർ ജന്തുവർഗത്തിൽപ്പെട്ടതാണ്, ജന്തുവർഗം സസ്യവർഗത്തിൽപ്പെട്ടതാണ്.
ആകാശത്തും ഭൂമിയിലും ദാബത്തുണ്ട് എന്നാണ്. ആകാശത്ത് എന്തെങ്കിലും ഒരു ദാബത്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഈ പറയുന്നത് പോലെ യന്ത്ര മനുഷ്യർക്കൊന്നും ദാബത്ത് എന്ന് പറയില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്നല്ലേ പറഞ്ഞത്. ദാബത്ത് ഉണ്ടെങ്കിൽ അതിന് തീറ്റയും കുടിയും ആവശ്യമാണ്. അതിനൊരു ജൈവികതയുണ്ടാകും, അതിനൊരു ജഡികതയുണ്ടാകും സ്വാഭാവികമായി. അപ്പൊ ആകാശത്തുള്ള ഈ ദാബത്ത് ഏതാ? ആ ദാബത്ത് മലക്കിനെ കുറിച്ച് വേറെ തന്നെ പരാമർശമുണ്ടല്ലോ, ജിന്നുകളെ കുറിച്ചും വേറെ തന്നെ പരാമർശമുണ്ട്. അവര് ഭൂമിയിൽ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം കൂടി ചേർത്ത് വെച്ചാൽ കാര്യം വളരെ കൃത്യമാകും. ഈ ഇരുത്താക്കിന്റെ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇത് ഇരുത്താക്കിന്റെ കുട്ടികളല്ലല്ലോ അല്ലേ, അവരുണ്ടെന്ന് തോന്നുന്നു. ഈ ഞാൻ തുടങ്ങിയ ഇലോൺ മസ്കിന്റെ ഒരു ആത്മകഥ ഈ അമേരിക്കയിൽ എഴുതുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നപ്പോൾ അതിൽ ഇലോൺ മസ്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹജീവി ആവണം, അല്ലെങ്കിൽ അന്യഗ്രഹജീവിയോട് സംസാരിക്കുന്ന ഒരാളാവണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തൊരു സാധാരണ മനുഷ്യന് ചിന്തിച്ചെടുക്കുക സാധ്യമല്ലല്ലോ. ലോകത്തൊരു ഭൂമിയിലെ മനുഷ്യന് ഇതൊന്നും ആലോചിച്ച് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം ഒന്നുകിൽ ഇയാളൊരു ജിന്നാകണം, അല്ലെങ്കിൽ ജിന്നിനോട് സംസാരിക്കുന്ന ആളാകണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നിട്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് ഈ ആത്മകഥ എഴുതാൻ തുനിയുന്ന വോൾട്ടേനേസിയാസ് ആ വ്യക്തി അദ്ദേഹം പറയുന്നത്, കാരണം എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അദ്ദേഹത്തിന്റെ ഒരു കായിക അതാണ്, എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു ലോകത്തെ പൊതു തത്വമാണ്, ലോജിക്കലി ഒരു പ്രൂവഡായ ഒരു ആർഗ്യുമെന്റ് ആണത്. അപ്പൊ സ്വാഭാവികമായി അപ്പൊ ഇലോൺ മാസ്കിനെ കുറിച്ചൊക്കെ അന്യഗ്രഹജീവി എന്നല്ലാതെ എന്താ പറയാൻ കഴിയുക? ഇനി അതിന്റെ ഒരു ഖിയാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, പ്രവചിച്ച കാര്യങ്ങൾ, ചരിത്രം, ഭാവി, വർത്തമാനം, നാഗരികത, അതിന്റെ തോടിൽ നിന്ന് പുറത്തു കടക്കാത്ത അപരിഷ്കൃതമായ കാലത്ത് പ്രവാചകൻ പ്രവചിച്ച കാര്യങ്ങൾ ആധുനിക ലോകം കാണുമ്പോൾ സ്വാഭാവികമായി നമുക്കും പറയാമല്ലോ, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ. ഒന്നുകിൽ പ്രവാചകൻ തന്നെ ഒരു മലക്കാവണം, ഓർ ഹി ഷുഡ് ബി എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെങ്കിൽ മലക്കിനോട് മിണ്ടുന്ന ഒരാളാകണം. എന്തുകൊണ്ട്? എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. പ്രവാചകൻ അസാധാരണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യമാണ്. തീർച്ചയായും പറയാം. അതിൽപ്പെട്ടൊരു പ്രയോഗം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ഈ ആയത്തും. ഈ ബർമുഡ അതേപോലെ നവാദോ ട്രയാങ്കിളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന 2000-ഓളം വിമാനങ്ങൾ, അതിന്റെ കണക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഒരു 0 കൂടിയതാണോ കുറഞ്ഞതാണോ ഒക്കെ ഡൗട്ടാണ്. പക്ഷേ ഏറെക്കുറെ എല്ലാ അതിനെപ്പറ്റി പറയുന്ന ന്യൂസുകളിലുമുള്ളത് 2000-ഓളം വിമാനങ്ങളും കപ്പലുകളും വാഹനങ്ങളും അപ്രത്യക്ഷമാവുന്നു, മനുഷ്യർ അപ്രത്യക്ഷമാവുന്നു. എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതിന് ശാസ്ത്രീയമായി വിശദീകരണങ്ങളില്ല. ഞാൻ പറയുന്നത് ഭൗമേതരമായ സൂപ്പർ ഇന്റലിജൻസ് ഭൂമിയിൽ ഇടപെടുന്നുണ്ട്. അത് മനുഷ്യന്റെ കൃത്രിമ ബുദ്ധി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നമുക്കിതൊരു പുതുശാരമാവേണ്ട കാര്യമില്ല എന്നാണ് വഹിയിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പറയേണ്ടത്. ഇതാണ് എന്റെ പോയിന്റ്. മനുഷ്യനിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ നാച്ചുറലുള്ള അള്ളാഹു ഇവിടെ നേരത്തെ പരിചയപ്പെടുത്തിയ ബുദ്ധിയെ മറികടക്കാൻ ഇതിന് മാത്രമുള്ള പര്യാപ്തത അതിനില്ല. നമ്മൾ ഈ അസാധാരണമായ ബുദ്ധിയുമായി എൻഗേജ് ചെയ്ത് കൊണ്ടിരിക്കുന്നവരാണ്. അസാധാരണമായ ബുദ്ധി കേന്ദ്രവുമായി എൻഗേജ് ചെയ്ത ആ വഴിയിലാണ് നമുക്ക് ഖുർആൻ കിട്ടിയത്. ഈ നവാദയെ ഞാൻ ഓർത്തത്, ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത്ത്, ഏതായത്ത്? ഹുനഫാ ലില്ലാഹി ഗൈറൽ മുശ്രികീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫഹു അത്വയ്റു ഔ തഹവി ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ് എന്ന വചനത്തിന് ഈ യാസർ ഖാദിയെ പോലെയുള്ള, മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു മദ്ഹബ് സൂഫി സ്കോളറാണ്, യഖീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അദ്ദേഹത്തിന്റെ ഒരു തീസിസിൽ കണ്ടു, ഈ പറയുന്ന ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫഹു അത്വയ്റു, ആകാശത്തിൽ നിന്ന് വീണ് പറവ കൊത്തിക്കൊണ്ടുപോവുകയും ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്,
വിദൂരമായ അജ്ഞാതമായ പ്രദേശത്തേക്ക് കാറ്റ് കൊണ്ടുപോവുകയും ചെയ്യുന്നവരുടെ അവസ്ഥ പോലെയാണ്. വിശുദ്ധ ഖുർആൻ ഒരു തംസീൽ അല്ലെങ്കിൽ ഒരു തശ്ബീഹ് പറയണമെങ്കിൽ സ്വാഭാവികമായി നമ്മൾ എപ്പോഴാണ് തശ്ബീഹ് പറയാറുള്ളത്? ഒരു വിഷയത്തിൽ. അത് ഇവിടെ തംസീലാണ്. തംസീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ മുഷബ്ബഹ് ബിഹി കൂടുതൽ വ്യക്തതയുള്ളതാവുമ്പോഴാണ്. അതാണ് തശ്ബീഹിന്റെ ഒരു പൊതു സ്വഭാവം. ഇപ്പൊ സ്വാഭാവികമായി മനുഷ്യർക്ക് അജ്ഞാതമായ ഒരു കാര്യത്തെ ഒരിക്കലും അതിന്റെ മുമസ്സൽ ബിഹി അൽ മുമസ്സൽ ബിഹി ഒരിക്കലും ആക്കൂല, മുഷബ്ബഹ് ബിഹി ആക്കൂല. അതിൽ പ്രയോജനം ഇല്ല. ഇപ്പൊ സ്വാഭാവികമായി ഇവിടെ എന്താ പറഞ്ഞത്? പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുന്നത് പോലെ, കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ. എങ്ങോട്ടേക്ക്? അജ്ഞാതമായ വയറു മഅലൂമാണ് മക്കാനിൻ സഹീഖ്, വയറു മഅലൂമായ അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് കാറ്റ് കൊണ്ടുപോകുന്നത് പോലെ. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു അതിവായനയായിരിക്കാം. ഇത് ഒരു പ്രസംഗമല്ല എന്ന് പറഞ്ഞല്ലോ, ഇതൊരു കിളിവാതിലാണ്. നമ്മൾ പഠിക്കണം, ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കണം. അത്വയർ എന്നുള്ളതിന് അദ്ദേഹം കൊടുക്കുന്നത് കത്വയറാൻ എന്നാണ്. വിമാനങ്ങളിൽ നിന്നാണല്ലോ ഇവർ കാണാതെയാവുന്നത് എന്ന്. അപ്പൊ പിന്നെ പഴയ കാലത്ത് 1400 കൊല്ലം മുമ്പ് നവാദയിൽ ഈ വിഷയമുണ്ടോ, ബർമഡയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാര് കണ്ടു? ഇല്ലെന്നാര് കണ്ടു? ഈ നവാദോ അമേരിക്കയിലാണല്ലോ. 1400 കൊല്ലം മുമ്പ് ഖുർആൻ ഇറങ്ങുമ്പോൾ അമേരിക്കയിലെ ആൾക്കാരുണ്ട്. മായൻസാണ്, മായൻ സംസ്കാരമാണ്. അവർക്ക് ഭാഷയുണ്ട്, അവർക്ക് മതമുണ്ട്, സംവിധാനങ്ങളുണ്ട്. അപ്പൊ മായന്മാര് അമേരിക്കയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെയാണ് മക്കയിലും മദീനയിലും ഖുർആൻ ഇറങ്ങുന്നത്. അപ്പൊ ഇതുമായി കണക്ട് ചെയ്യുന്നതിന് നാഗരികപരമായി വിഷയങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ സൈബോർഗുകൾ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത ഈ പറഞ്ഞതുപോലെ അവർ വേറെ തന്നെ ഒരു ത്വബീഅത്തുള്ള ആളുകൾ. ഇനി ഇങ്ങനെയും കൂടി ഒരു സാധ്യത വിശുദ്ധ ഖുർആന്റെ വായനയിൽ നമുക്ക് സാധ്യമാണ്. എങ്ങനെ? ഒരു മനുഷ്യന്റെ തന്നെ ഡിജിറ്റൽ പതിപ്പുകൾ. സൂഫിയാക്കളൊക്കെ ആ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ചില മഹാത്മാക്കളെ കുറിച്ച് പറയുന്നു. അവര് ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിലിരിക്കവേ തന്നെ അദ്ദേഹത്തെ മക്കയിൽ കണ്ടു, അല്ലെങ്കിൽ 1400 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 4000 കൊല്ലം മുമ്പ്, 5000 കൊല്ലം മുമ്പ് വഫാത്തായി പോയ പ്രവാചകരെ കണ്ടു, അനുഭവിച്ചു, സൂഫികളെ അനുഭവിച്ചു. അബുദാൽ എന്ന സങ്കല്പത്തിന്റെ തന്നെ അർത്ഥം ഒരു മനുഷ്യന് ഒരുപാട് വകഭേദങ്ങൾ, അപര വ്യക്തിത്വങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോ 70ഓളം ഒരാൾ തന്നെയായി മാറാനൊക്കെയുള്ള സാധ്യത ഇബ്നുൽ അറബി പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി അതിൽ ഒരു കോപ്പി, ജനുവിനായ ഒരു കോപ്പി, മനുഷ്യന്റെ പ്രകൃതമുള്ള സാധാരണ ഒരു മനുഷ്യനും ആ മനുഷ്യന്റെ തന്നെ വ്യത്യസ്തമായ മനുഷ്യ പതിപ്പുകളും. ഈ മനുഷ്യ പതിപ്പുകൾക്ക് സാധാ മനുഷ്യ പ്രകൃതത്തെക്കാൾ കൂടുതലുള്ള വേഗത, പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ്. ഒരു ഉദാഹരണം നോക്കൂ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അഫമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറാ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലഹു. ഒരു വാക്ക് വിട്ടോ. ഫിന്നാസ് കമൻ മസലഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സയ്യന ലിൽകാഫിരീന മാ കാനൂ യഅമലൂൻ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. മരിച്ചയാൾ ഫഅഹ്യൈനാഹു, ആ മരിച്ചയാളെ നമ്മൾ ജീവിപ്പിക്കുന്നു. എന്നിട്ട് വജഅൽനാ ലഹു നൂറൻ, ആ ആൾക്ക് നമ്മളൊരു പ്രകാശം നിർമ്മിച്ചു കൊടുക്കുന്നു. ബിഹി ഫിന്നാസ് യംശി ബിഹി ഫിന്നാസ്, അതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നടക്കുന്നു, സഞ്ചരിക്കുന്നു. ഇത് എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ വെറുതെ പറയുകയല്ല. പാകിസ്ഥാനിലെ സൂഫി പണ്ഡിതനായ താഹിറുൽ ഖാദിരി, ഡോക്ടർ താഹിറുൽ ഖാദിരി ഇതേക്കുറിച്ച് പറയുന്നത്, ഇത് മനുഷ്യന്റെ ഡിജിറ്റൽ പതിപ്പുകളെ കുറിച്ചാണ്. ഒന്നാമത്തെ മനുഷ്യൻ മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതും, ബാക്കി മനുഷ്യർ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യരും. അപ്പൊ സ്വാഭാവികമായി പ്രകാശ വേഗതയിൽ ഒരാൾ സഞ്ചരിച്ചാൽ ആ ആൾക്ക് ഇവിടെ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ തന്നെ മക്കയിലും പോകാൻ കഴിയും, ഭൗമേതരമായ സ്പേസുകളിലും പോകാൻ കഴിയും.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രി നേരത്തെ വഫാത്തായി പോയ പ്രവാചകന്മാരെ കണ്ടത് എന്ന്. ഇനി ഒരു മനുഷ്യന് ഒരുപാട് പതിപ്പുകളുണ്ടെങ്കിൽ സ്വാഭാവികമായി ഓരോ പതിപ്പിന്റെയും പ്രവർത്തനങ്ങൾ ഏതാണ് മഹ്ശറിൽ വിചാരണ ചെയ്യപ്പെടുക അതുപോലും അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉദാഹരണം യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വ തുവഫ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. മഹ്ശറിൽ ഒരു മനുഷ്യനും ആ മനുഷ്യന്റെ ഒരുപാട് കോപ്പികളും ഹാജരാക്കപ്പെടും. എന്നിട്ട് ഈ ബേസിക് മനുഷ്യർ അവന്റെ തന്നെ നഫ്സിനോട് തർക്കിക്കും. ഞാൻ നിനക്കതിന് സമ്മതം തന്നിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാണത് ചെയ്തത്? അപ്പൊ നീയല്ലേ എനിക്ക് എനർജി തന്നത്, അതുകൊണ്ടല്ലേ ഞാൻ പോയത്. മനുഷ്യനും മനുഷ്യന്റെ പതിപ്പും തമ്മിൽ തർക്കിക്കും. യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ. ഏതൊരു ശരീരവും തുജാദിലു തർക്കിക്കും അൻ നഫ്സിഹാ. എന്താണ് അതിന്റെ താല്പര്യം? അതിനോട് തന്നെ തർക്കിക്കും. നീയല്ലേ എന്നെ നരകത്തിലാക്കിയത്, ഏയ് എന്നത് പറയും എന്ന് ഇതിനെപ്പറ്റി പറയാമല്ലോ എന്ന്. സ്വാഭാവികമായി കൂടുതൽ പഠനം ആധുനികമായി നടക്കേണ്ട ഏരിയയാണ്. ഒരാവേശത്തിന് ഒരിക്കലും ഇതൊന്നും നമ്മൾ പുറത്ത് പറയാനും പാടില്ല. നിങ്ങൾ പുറത്തൊരു നമ്മൾ ഇതിൻ്റെ ഒരു തീർപ്പ് പണ്ഡിതന്മാർ ഉലമാ മഹത്തായ നമ്മുടെ സംസ്ഥയുടെയൊക്കെ സമ്മതമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഗവേഷണമാണ്. നമ്മൾ പഠിക്കുന്നവരായതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. അല്ലെങ്കിലും ഈ സാങ്കേതികമായി ഇന്ന് കണ്ടെത്തുന്നതൊക്കെ പണ്ട് സാങ്കേതികമല്ലാതെ കണ്ടെത്താൻ പറ്റിയാൽ മാത്രമല്ലേ റസൂലുള്ളാഹിന്റെ കാലം ഖൈറുൽ ഖുർആനൊക്കെ ആവുള്ളൂ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും നല്ല ഇപ്പൊ റസൂലുള്ളാഹി ലോകത്തിന്റെ നേതാവാണ്, സഹാബികൾ ഏറ്റവും നല്ല കാലത്ത് ജീവിച്ചവരുമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ ടെക്നോളജി അവർ അനുഭവിച്ചിട്ടില്ല, ഭാവിയിലുള്ളതും അവർ അനുഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നു റസൂലുള്ളാഹിന്റെ കാലമാണ് ഖൈറുൽ ഖുർആനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അത് ഈ ദീനിന്റെ ശരീഅത്തിന്റെ കർമ്മശാസ്ത്രപരവും വിശ്വാസശാസ്ത്രപരവുമായിട്ടുള്ള പ്രമാണങ്ങൾ സ്വരുക്കൂട്ടി ശേഖരിക്കപ്പെട്ട കാലം, സംശയമില്ലാത്ത കാലം. തീർച്ചയായും ആ വ്യാഖ്യാനത്തെ നമ്മൾ ഒരിക്കലും ഒരളവിലും അപവാദം ഉന്നയിക്കാനേ പാടില്ല. ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ ഇല്ലാതെയാകും. അതേസമയം ആ ഒരു പ്രയോഗത്തിന് ആലങ്കാരികമായ കുറെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്നത്തെ ലോകത്ത് ലിബറലിസമാണ്, ലിബറലിസം അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസമാണ്. സ്വാഭാവികമായി ഈ കാലത്തിന്റെ ഒരു പ്രവണത എന്ന് പറയുന്നത് വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അപരന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി മനുഷ്യ സമൂഹത്തിന്റെ ഒരു നിലനിൽപ്പിനും മനുഷ്യ സമൂഹത്തിന്റെ ഒരു ഭംഗിക്കും അത് വിഘാതമാകുന്ന ഒരു മനോഭാവമാണ് അവനവനിസം. എന്റെ ശരി ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന സ്വഭാവം. നീ ഇങ്ങനെ സഞ്ചരിച്ചാൽ, അബദ്ധസഞ്ചാരം നടത്തിയാൽ നിന്റെ മാതാവിനും പിതാവിനും ടെൻഷൻ ആവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ ഉണ്ടാക്കാൻ? ഇത് തിരിച്ചു ചോദിക്കുന്ന ഒരു ടെൻഡൻസി, ഇതാണ് ആധുനികത. അതേസമയം യുദ്ധഭൂമിയിൽ രണ്ടുപേർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കപ്പെട്ടാൽ എനിക്ക് വെള്ളം വേണ്ട, അവിടെ അതാ ഒരാൾ പെടയുന്നു, അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം. അപ്പോ അവനവന്റെ പ്രയോറിറ്റിയേക്കാളും അപരന്റെ പ്രയോറിറ്റിക്ക് മുൻഗണന കൊടുത്ത ആ കാലമാണ്. അപരന്മാരുടെ പ്രയോറിറ്റിയെ അവഗണിച്ചുകൊണ്ട് സ്വന്തത്തിലേക്ക് ഒരു സ്വയം ദീപായി മാറുന്ന ഈ കാലത്തേക്കാൾ നല്ലത് എന്ന് ഖൈറുൽ ഖുർആനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച ധാരാളം ഉലമാക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ആ ഒരു പാറ്റേൺ അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ആ സാങ്കേതികത വഹബിയായ സാങ്കേതികതയാണ്. ഇന്നത്തെ സാങ്കേതികത ഇസ്തിനാഇയായ സാങ്കേതികതയാണ്. ഈ സാങ്കേതികത കാര്യകാരണ ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതിന് അധീനമായി നിലകൊള്ളുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച സാങ്കേതികതയോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സാങ്കേതികതയാണ്. അപ്പൊ സ്വാഭാവികമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവനും, അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും അത് ഈ പ്രപഞ്ചത്തിൽ നേരത്തെ തന്നെ ഉള്ളതാണെന്ന് വഹീന്റെയും ഇജാസുൽ ഖുർആന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടവരല്ലേ നമ്മൾ? അതല്ലേ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിലും ചക്രവാളത്തിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ശില്പങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടാൻ പാടില്ല. ശില്പിയുണ്ട്,
ഇതൊക്കെ നേരത്തെ അറിഞ്ഞതാണ്. പ്രകൃതിയിലുള്ളത് മാത്രമല്ലേ സ്വരുക്കൂട്ടുന്നുള്ളൂ. ഉദാഹരണത്തിന് നോക്ക്, മദീനയിലെ മിമ്പറിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇറാൻ കാണുന്നു, നഹാവന്ത് കാണുന്നു. അവിടെ ഏത് ഇന്റലിജൻസ് ആണ് പ്രവർത്തിച്ചത്? മനുഷ്യന്റെ ബ്രെയിൻ, കാഴ്ച എന്ന് പറയുന്ന ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. അസാധാരണമായ ഒരു ബ്രെയിൻ കപ്പാസിറ്റിയിലേക്ക് ഞാനത് വിശദീകരിച്ച് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധാരാളം ആയത്തിൽ നിന്ന് സ്വാഭാവികമായി അത് കാണാൻ കഴിയും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫിൽ അൻഫുസ് ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇവിടെ ഷഹീദ് എന്നുള്ള പ്രയോഗം സുദീർഘമായി പറയാനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഷഹീദ് എന്ന വാക്ക് പറഞ്ഞത്? അത് ആസ്വദിച്ചുകൊണ്ട് ഈ ക്വാണ്ടം ഫിസിക്സിൽ പോലും ആ ഷഹീദ്, ഒബ്സർവർ, ഈ ഒബ്സർവർക്ക് പ്രസക്തിയുണ്ടല്ലോ എന്നുള്ളതിൽ ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്രവാളത്തിലും ശരീരങ്ങളിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ചക്രവാളത്തിലുള്ള ദൃഷ്ടാന്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ്. E = mc². ഒരു വസ്തു പ്രകാശവേഗതയിൽ സഞ്ചരിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഡിജിറ്റൽ കോപ്പിയുടെ പ്രത്യേകത, ആ ഡിജിറ്റൽ കോപ്പിക്ക് നൂറ് അല്ലാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ആ നൂറ് കിട്ടിയാൽ ഒരു m മാസ് c² വേഗതയിൽ പോയാൽ പെർ സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ പ്രകാശ വേഗത. ആ പ്രകാശ വേഗതയിൽ പോയാൽ അത് E ആയി മാറും. അതല്ല E = mc², ഐൻസ്റ്റൈൻ്റെത്. E = mc², അത് എനർജിയായി മാറും. നമ്മൾ സ്കൂളിൽ പഠിച്ചു, എനർജി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, ഊർജത്തിന്റെ ഉറവിടം. സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. നൂർ, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ, നിങ്ങളിലേക്ക് ഒരു പ്രകാശം വന്നിരിക്കുന്നു. സാൻമാർഗികമായ അസാധാരണമായ വേഗത കൈവരിക്കാൻ കഴിയുന്ന, ഊർജമായി മാറാൻ കഴിയുന്ന എന്നും പറയുമ്പോഴല്ലേ രാവിന്റെ ഒരു അംശം കൊണ്ട് ആകാശലോകം താണ്ടി തിരിച്ചു വരാൻ പ്രവാചകന് കഴിഞ്ഞു എന്നുള്ളത് ഇന്നത്തെ ടെക്നോളജിയിൽ വായിക്കാൻ പറ്റുക? ഹാരിക്കുൽ ആദാത്താണ്. പക്ഷേ അതിനൊരു വഴി ദുനിയാവിൽ ഉണ്ടാവണമല്ലോ. വഴിയില്ലാതെ ഈ അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായ സ്വാഭാവികതയെ അപ്രസക്തമാക്കിയ മറ്റൊരു പ്രാപഞ്ചികമായ കാര്യം തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പൊ തീ കൊണ്ട് കരിയണം, കരിയാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വെള്ളം കൊണ്ട് നനയണം, നനയാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വെള്ളം തന്നെയാണ് അവിടെ ഉള്ളത്, മനുഷ്യന്റെ ഉടൽ തന്നെയാണുള്ളത്, കരിഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ അസാധാരണമായ വേഗതയിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ പ്രവാചകൻ വേറെ ലോകത്തൊന്നും ആയിട്ടില്ല, ഈ ഭൂമിയിൽ തന്നെയാണ്, ഈ യൂണിവേഴ്സിൽ തന്നെയാണ്. ആ അസാധാരണത്തിലേക്ക് പ്രവാചകന് പാകപ്പെടാൻ കഴിയുകയാണ്. ഞാനിതെന്തിനാ പറഞ്ഞത്? കാര്യകാരണ ബന്ധങ്ങൾ ബാധകമാവാതെ അള്ളാഹു അവന്റെ ശക്തി കൊണ്ട് പ്രപഞ്ചത്തിൽ സാധ്യമാക്കിയ കാര്യങ്ങളെ ഘട്ടം ഘട്ടമായി കണ്ടെത്തി വരികയാണ് മനുഷ്യർ. അത്രയേ ഉള്ളൂ അതിന്റെ ഒരു വായന. അപ്പൊ അള്ളാഹു കണക്കാക്കിയാൽ തർഫത്ത് ഐൻ കൊണ്ട് സാധിക്കുന്ന കാര്യം, അള്ളാഹു കണക്കാക്കിയാൽ ഞൊടിയിടയിൽ സാധിക്കുന്ന കാര്യത്തെ മനുഷ്യർ, പ്രത്യേകം അള്ളാഹു തെരഞ്ഞെടുക്കാത്ത സാധാരണക്കാരായ ആളുകൾ അള്ളാഹു നൽകിയ കഴിവനുസരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി താണ്ടി അവിടെ എത്തുമ്പോ സ്വാഭാവികമായി അവർ മനസ്സിലാക്കണം, ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു നേരത്തെ ചിലർക്ക് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നിരീശ്വരവാദികളുമായി ഏതോ ഒരു സംവാദത്തിൽ ഞാൻ നേരിട്ടൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? നിങ്ങൾ ഈ ബിഗ് ബാങ് ഒക്കെ പറയുന്നു, പക്ഷെ ഈ ബിഗ് ബാങ് ഒക്കെ കണ്ടെത്തിയത് നോൺ മുസ്ലിംസ് അല്ലേ? ഇതെങ്ങനെ നിങ്ങൾ ഇസ്ലാം പറയുന്ന ദൈവാസ്തിക്യം സ്ഥാപിക്കാൻ നിങ്ങൾ പ്രപഞ്ചോൽപത്തിക്ക് ഈ ബിഗ് ബാങ് ഒക്കെ ഉദാഹരിക്കാൻ പറ്റും? ഞാൻ അവിടെ എന്തോ പറഞ്ഞ് ഒപ്പിച്ചതാണ് അതിന്റെ മറുപടി. പക്ഷേ പിന്നെ ഞാനത് ആലോചിക്കുകയും കുറച്ച് ഉസ്താദന്മാരോടൊക്കെ ചോദിക്കുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം, ഖുർആന്റെ സൂക്ഷ്മമായ ഒരു പ്രയോഗം നോക്ക്. അവലം യറല്ലദീന കഫറു, അവലം യറല്ലദീന ആമനു എന്നല്ല, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റതഖൻ ഫഫതഖനാഹുമാ. ഈ ജോർജ് ലാമാത്രയും എഡ്വേർഡ് ഹബിളും സമൂഹവും കണ്ടിട്ടില്ലേ എന്നല്ലേ അതിന്റെ ഒരു താല്പര്യം?
അത് ബിഗ് ബാങ്ങിനെ കുറിച്ചും കൂടിയാണെങ്കിൽ, അവലം വിറല്ലദീന ആമനു എന്നാണ് ആയത്തെങ്കിൽ പെട്ടേനെ നമ്മൾ. കാരണം ബിഗ് ബാങ് കണ്ടെത്തിയതും ഈ ആപേക്ഷികത കണ്ടെത്തിയതും എക്സ്പാൻഷൻ കണ്ടെത്തിയതും ഒന്നും മുസ്ലിംസ് അല്ല, അതൊക്കെ നൺ മുസ്ലിംസ് ആണ്. അപ്പൊ ഈ നൺ മുസ്ലിംസ് ആയ ആളുകൾ കാണുന്നില്ലേ ഇത് മുഴുവനും ഒരു ഇൻഫിനിറ്റി സിംഗുലാരിറ്റി ആയിരുന്നു, എന്നിട്ട് പിന്നെ അതിനെ എക്സ്പാൻഷൻ ചെയ്തതാണ് എന്ന് കാണുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായി പിന്നീട് സംഭവിക്കാവുന്ന ആരാണോ കണ്ടെത്തുന്നത്, ആ കണ്ടെത്തുന്നവരെ കുറിച്ച് ആദ്യമേ ഒരു സൂചന എന്ന പോലെ, ഇനി അവിടെ അവലം വിറല്ലദീന ആമനു എന്നായിരുന്നുവെങ്കിൽ എന്തേ നമ്മൾ ചെയ്യുക? എന്നിട്ട് ബിഗ് ബാങ് പറയുകയും ചെയ്താൽ അത് അവിടെ വലിയ അഭംഗിയാകും. അതേപോലെയുള്ള ഒരു പ്രയോഗമാണ് ഞാൻ ഈ പറഞ്ഞ ഇവിടെയുള്ളത്. എന്നിട്ട് ഇതൊക്കെ അവര് കാണുന്നു, കണ്ടുപിടിക്കുന്നു, അനുഭവിക്കുന്നു. അപ്പൊ അവര് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ 400 കോടി അല്ലെ 4000 കോടി ഡോളർ അല്ലെങ്കിൽ 40,000 കോടി ഡോളറൊക്കെ മെനക്കെടുത്തിട്ട് ഇവിടെ എത്തിയ ഈ കാൽപാദം പതിപ്പിച്ച ഈ സ്ഥലത്ത് ഇതൊന്നുമില്ലാതെ വേറൊരു കാൽപാദം പതിഞ്ഞിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ല. വഹും അൻഹാ മോരിലൂൻ. നമ്മളും അവരുടെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോ ഞാൻ മനുഷ്യരാശിയുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു സൂചന ഖുർആനികമായി കുറച്ച് പറഞ്ഞതാണ്. ഇനിയൊരു ഇതേ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടൊരു 5-10 മിനിറ്റ് കൂടി ഇതിന്റെ ഒരു ഭൂതകാലം കൂടി നോക്ക് നിങ്ങൾ. കാരണം ഇതൊരു ചെയിനാണ്. ഇത് പൂർണ്ണമാവണമെങ്കിൽ ഇതിന്റെ ഭൂതം കൂടി കിട്ടണം. ഇതൊരു ചെയിനാണ്. ഏതോ ഒരു ഘട്ടത്തിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത്. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു. ഇനി ഇത് ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ ഒരു സൂപ്പർ ഹ്യൂമൻ സമൂഹമോ സൈബോർഗ് സൊസൈറ്റിയോ നെറ്റ്സൺ സൊസൈറ്റിയോ വന്നേക്കാം. അനിഷേധ്യം അല്ലെങ്കിൽ കൂടിയും അതൊരു വലിയ സാധ്യത തന്നെയാണ്. ഈ ഭാവിയിലേക്ക് പ്രവഹിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിന്റെ ഈ മാറ്റം, ഈ പരിണാമം, ആ പരിണാമത്തിന്റെ ഭൂതകാല സ്ഥിതി എന്താ? പരിണാമം എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ആണ്. ഇസ്ലാമിന്റെ നമ്മുടെ അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം പരിണാമം എത്രത്തോളം നമുക്ക് മനുഷ്യന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റോ ഇല്ലേ, അതൊക്കെ വേറെ ചർച്ചകളാണ്. ഏതായാലും ഖുർആന്റെ നസ്സാണ്, ആദം അലൈഹിസ്സലാം ഒരിക്കലും പരിണാമം വഴിയല്ല. നമ്മുടെ ആദം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയും പരിണാമം വഴിയല്ല. അതേസമയം വളരെ പ്രസക്തമായ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് ചോദ്യം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മനുഷ്യന്റെ ഫോസിലുകൾ ഇന്ന് കിട്ടുന്നത് 4 ലക്ഷം കൊല്ലം 3 ലക്ഷം കൊല്ലം ഒക്കെ പഴക്കമുള്ള ഫോസിലുകളാണ്. അതേസമയം മനുഷ്യ നാഗരികതയുടെ പഴക്കം ആദം അലൈഹിസ്സലാം മുതൽ നമ്മൾ വരെയുള്ള പഴക്കം നോക്കിയാൽ ഏറി വന്നാൽ ഒരു 15,000 കൊല്ലത്തിന്റെ മുകളിലൊന്നും ഒരു കണക്ക് കൊണ്ടും പോവില്ല. 15,000 എന്നുള്ളതൊക്കെ ഒരു മാക്സിമം സാധ്യതയാണ്. ക്രിസ്ത്യൻസ് അവരുടെ സെന്റ് അഗസ്റ്റിസ് അദ്ദേഹം 2 ജനറേഷന്റെ ഇടയിൽ 75 കൊല്ലമാണ് കണക്ക് കൂട്ടിയത്. സെന്റ് അഗസ്റ്റിനാസ് 75 കൊല്ലമാണ് കണക്ക് കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആദം അലൈഹിസ്സലാമും നമ്മൾ തമ്മിലുള്ള പഴക്കം 8,000 കൊല്ലം അത്രേ പോവുള്ളൂ. പക്ഷേ ഈ ഫോസിലുകളോ 4 ലക്ഷം കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 3 ലക്ഷം കൊല്ലം മുമ്പ്. സ്വാഭാവികമായി അപ്പോ ഈ മനുഷ്യവംശം ഒരു തുടർച്ചയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. വിശുദ്ധ ഖുർആന്റെ തന്നെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ ലെക്ചറായി പോയാലും കുറെ സമയം എടുക്കും. ഞാൻ വായിച്ചു പോവാണ്, എല്ലാ ഭാഗവും വായിക്കുന്നുമില്ല. ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ സുമ്മല്ലാഹു യുൻശിഉ അൻ-നശ്അതൽ ആഖിറ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൻകബൂത്ത് 20. നിങ്ങൾ ഭൂമിയിലൂടെ നടക്കൂ, ഫോസിലുകൾ കണ്ടെത്തൂ, ഫൻദുറൂ മനസ്സിലാക്കൂ, കൈഫ ബദഅൽ ഖൽഖ എങ്ങനെയാണ് സൃഷ്ടിപ്പ് തുടങ്ങിയത്, സുമ്മ യുൻശിഉ അൻ-നശ്അതൽ ആഖിറ. ലളിതമായി പറഞ്ഞാൽ ആകെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയോ? ആദം അലൈഹിസ്സലാം എന്നുള്ളതൊരു സൂപ്പർ ആനിമലാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമനാണ്. ഈ സൂപ്പർ ഹ്യൂമനായി ആദം അലൈഹിസ്സലാം മാറുന്നത്, ആദം അലൈഹിസ്സലാമിന് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്, ഇന്റലിജൻസ് നൽകി എന്നുള്ളത് വെച്ചിട്ടാണ്. അതിനു മുമ്പുള്ള ആളുകൾക്ക് ഇന്റലിജൻസ് ഇല്ല. അതേസമയം എന്തുണ്ട്? അനാട്ടമിക്കലി മനുഷ്യന്റെ ഘടനയുണ്ട്. ഇപ്പോ ആദം അലൈഹി ഇസ്ലാമിന്റെ മുമ്പേ ഉണ്ടായിരുന്ന മനുഷ്യരുടെ അനാട്ടമിക്കലി ഘടനയുള്ള ആളുകൾ, അവർക്ക് വിശുദ്ധ ഖുർആൻ തത്വത്തിലും മൊത്തത്തിലും പറയുന്നത് ബഷർ എന്നൊരു പ്രയോഗമാണ്. ബഷർ എന്ന് പറഞ്ഞാൽ തൊലി എന്നാണല്ലോ. അപ്പൊ അനാട്ടമിക്കലി, മെറ്റബോളിക്കലി, ഹോർമോണിക്കലി, ന്യൂറോണിക്കലി സെയിം. അതേസമയം
ന്യൂറോണിക്കലി സെയിം മീൻസ് അതിന്റെ ഓർഗാൻസ് ഘടന സെയിം, അസ്ഥി. കാരണം ഫോസിലുകൾ കിട്ടുന്നത് അസ്ഥികളാണ്, ഒരിക്കലും മാംസവും തൊലിയും ഫോസിലായി കിട്ടില്ല. അതേസമയം ഇന്റലക്ച്വലി ആദം അലൈഹിസ്സലാം വേറെ തന്നെ ഒരു സൃഷ്ടി. ഈ ബശറിന് കുറെ ഘട്ടങ്ങൾ അല്ലെ സ്വാഭാവികമായി. ഇനി സൈബോർഗുകളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. നമ്മൾ ഈ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാലാണ് ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ. അതേസമയം പൊതുവായ കാറ്റഗറി സൂപ്പർ ആനിമൽ, സൂപ്പർ ഹ്യൂമൻ, സൈബോർഗ്, അൽ ഇൻസാൻ, അൽ ഇൻസാന്റെ മുമ്പുള്ള ഹിന്ന്, ഹിന്നിന്റെ മുമ്പുണ്ടായിരുന്ന ബിന്ന്, ആ ഹിന്നും ബിന്നും അതിനോട് ഏകദേശം സാമ്യതയുള്ള അസ്സാഗ്, വശക്ക്, വലഹാന്, മുസ്തഖ്ലിബ്, ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ അനാട്ടമിക്കലി മനുഷ്യന്റെ ഘടനയിൽ ഭൂമിയിലുള്ള ആളുകളായിരുന്നു. അപ്പൊ സ്വാഭാവികമായി അത് കേവലം ഒരു വർത്തമാനം മാത്രമല്ല. ഇപ്പൊ അൽബിദായ വൻ നിഹായയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, കാല കസീറുൻ മിൻ ഉലമാഇ തഫ്സീർ ഖുലിഖത്തിൽ ജിന്നു ഖബല ആദം അലൈഹിസ്സലാം വകാന ഖബലഹും ഫിൽ അർളി അൽ ഹിന്നു വൽ ബിന്നു. ആദം അലൈഹിസ്സലാമിന്റെ മുമ്പ്, ജിന്നിന്റെയും മുമ്പ് ഇവിടെ ഹിന്നും ബിന്നും ഉണ്ടായിരുന്നു. പിന്നെയാണ് ജിന്ന് വന്നത്. എന്നിട്ട് ഈ ഹിന്ന് ഹിന്ന് വിഭാഗത്തിലേക്ക് അള്ളാഹു പ്രവാചകനെ അയച്ചു. ആ നബിയുടെ പേര് യൂസുഫ് എന്നായിരുന്നു. ഇത് ആരാണ് പറഞ്ഞത്? ഇബ്നുൽ ജൗസി അൻ മുഖാത്തിലിൻ അൻ ഇക്രിമത അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹും. അപ്പോ ഒരു ശൃംഖല വരികയാണ്, എവിടെന്നോ പുറപ്പെട്ടതാണിത്. അത് ഖുർആൻ സൂചിപ്പിക്കുന്നു, മാലക്കും ലാ തർജൂനല്ലാഹി ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു ഉണ്ടാക്കിയത്. വത്തഖുല്ലദീ ഖലഖകും വൽ ജിബില്ലത്തൽ അവ്വലീൻ. നിങ്ങളെയും വൽ ജിബില്ലത്തൽ അവ്വലീൻ, പ്രീ നാച്ചുറിക് സൃഷ്ടികളെയും ഉണ്ടാക്കിയ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. ജിബില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ജമ്മിൽ പഠിക്കാറില്ലേ, ജിബില്ലിയായ കാര്യം കൊണ്ട് തക്ലീഫില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം കറി കൂട്ടുമ്പോ ചരങ്ങയായിരുന്നു. എന്ന് വെച്ച് ഏതെങ്കിലും മദ്ഹബിൽ ചരങ്ങ കൂട്ടൽ സുന്നത്താണോ? അല്ല. കാരണം അത് പ്രവാചകന്റെ ഒരു പ്രിഫറൻസ് ആണ്, ടേസ്റ്റ് ആണ്. നാച്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വൽ ജിബില്ലത്തുൽ അവ്വലീൻ, വേറെ ആപ്റ്റിറ്റേറ്റ് ഉള്ള, വേറെ പെക്യുലാരിറ്റീസ് ഉള്ള, വേറെ പ്രകൃതമുള്ള ആളുകൾ. അതേസമയം ഇത് നിങ്ങളുടെ പൂർവിക പിതാക്കൾ ആകുകയും വേണം. അപ്പോഴല്ലേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അപ്പൊ സ്വാഭാവികമായി ആ ഘട്ടം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആദം അലൈഹിസ്സലാമിന്റെ മുമ്പ് ആദം അലൈഹിസ്സലാമിന്റെ മക്കളായി വരുന്ന അൽ ഇൻസാൻ, ഈ അൽ ഇൻസാനും അല്ലാത്തതും കൂടി പെടുന്ന ഒരു പൊതുവായ ഒരു സമ്പർക്കം, അതാണ് ബഷർ. ആ ബഷറിൽ അൽ ഇൻസാൻ പെടുന്നു, ഈ ഹിന്ന് പെടുന്നു, ബിന്ന് പെടുന്നു, ഞാൻ ഈ പറഞ്ഞ ഷക്ക്, വലഹാന്, അങ്ങനെയുള്ള വർഗങ്ങളും പെടുന്നു. ഓരോന്നിനെയും വിശദീകരിക്കാൻ കുറെ സമയമാകും. പിന്നീട് അള്ളാഹു പറയുകയാണ്, ഘട്ടം ഘട്ടമായി വന്നിട്ട് ആദം അലൈഹിസ്സലാമിന്റെ ഘട്ടത്തിലെത്തിയപ്പോൾ പ്രത്യേകിച്ച് ഒരു സൂപ്പർ ആനിമൽ. അവിടെയാണ് ഒരു ക്രിയേഷൻ നടക്കുന്നത്. ഹ്യൂമൻ എക്സെപ്ഷനലിസം അല്ലെങ്കിൽ ആദമാറ്റി എക്സെപ്ഷനലിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അതെന്താ? ഈ പറയുന്ന ബഷറിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു അതേ ഘടനയുള്ള ഒരു പെർഫെക്റ്റ് ആയ ഒരു ബഷറിനെ അള്ളാഹു ഉണ്ടാക്കുകയാണ്. ആ ബഷറിനെ ഉണ്ടാക്കിയെടുത്ത് അള്ളാഹു പറയുന്നത് നോക്കൂ. അള്ളാഹു പറയുന്നത് എന്താ? അള്ളാഹു പറയുന്നത് ആദം അലൈഹിസ്സലാമിനെ ഉണ്ടാക്കിയതിനു ശേഷം രണ്ട് കാര്യമാണ് ആദം അലൈഹിസ്സലാമിന്റെ ക്വാളിറ്റി. ഒന്ന് അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, മറ്റൊന്ന് ഖലഖൽ ഇൻസാൻ, അൽ ഇൻസാനെ ഉണ്ടാക്കി, വ അല്ലമഹുൽ ബയാൻ. ഈ രണ്ട് കാര്യവും ഇൽമാണ്, മറ്റൊന്ന് ബയാനാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സാധാ ഇൽമല്ല. അല്ലമ ആദമൽ അസ്മാഅ, അസ്മാ എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ പേര്, ഒരു കുറെ കാര്യങ്ങളുടെ പേര് മാത്രം ഒരാൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക? ആ പറയുന്നതിന്റെ താല്പര്യം എന്താ? മൈക്ക്, ടാബ്, പീഠം, അതിന്റെ അസ്മാവും വസ്തമാലുഹും. എന്തിനാണത്? അതിന്റെ പേരെന്താണ്? തിയറി ഉണ്ടാക്കാനുള്ള സിദ്ധിക്കാണ്, അബ്സ്ട്രാക്ട് ഉണ്ടാക്കാനുള്ള സിദ്ധിക്കാണ് അസ്മാ എന്ന് പറയുക. അപ്പൊ ആദം അലൈഹിസ്സലാമിന് തിയറി ഉണ്ടാക്കാൻ അള്ളാഹു പഠിപ്പിച്ചു. തിയറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, വഅല്ലമഹുൽ ബയാൻ, ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാനും പഠിപ്പിച്ചു. സ്വാഭാവികമായി ലോകത്ത് ഏറ്റവും ബുദ്ധി വേണ്ടത് ഭാഷ ഉപയോഗിക്കുമ്പോഴാണ്. ഭാഷയുടെ ഓരോ ഭാഷയിൽ ഒരക്ഷരത്തിനർത്ഥം, ഒരു ചിഹ്നത്തിനർത്ഥം, ഡയഗ്രാറ്റിക് സയൻസിനർത്ഥം, ഘടനക്കർത്ഥം. ലോകത്ത് ഏറ്റവും വലിയ സാഹിത്യ പ്രവർത്തനവും ഏറ്റവും വലിയ ഭാവനാ പ്രവർത്തനവും ഡിക്ഷണറി മേക്കിംഗ് ആണെന്ന് പൊതുവെ സാഹിത്യം അറിയുന്നവർ പറയാറുണ്ട്.
കവിതയോ അല്ലെങ്കിൽ ഖണ്ഡകാവ്യമോ നാടകമോ ഒന്നുമല്ല. ഏറ്റവും ഭാവന വേണ്ടത് നിഘണ്ടു ഉണ്ടാക്കാനാണ്. അത്രയും ഭാവനയും അത്രയും അധ്വാനവും അതിനാവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായി എല്ലാത്തിന്റെയും അടിസ്ഥാനം ഭാഷയാണ് താനും. ആദം അലൈഹിസ്സലാമിനെ വേറെ തന്നെ ഉണ്ടാക്കുകയും എന്നിട്ട് ഈ ചെയിനിൽ അള്ളാഹു പെടുത്തുകയും ചെയ്തു. ഇതിന്റെ കുറെ ഭാഗങ്ങൾ നമുക്ക് മറ്റൊരിക്കൽ പറയാൻ ഞാനിത് ഒഴിവാക്കുകയാണ്. സമയം ഏകദേശം ഇങ്ങെത്തി. ഞാനത് മനസ്സിലാക്കുകയാണ്. ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും പ്രാമാണികതയുണ്ടോ എന്ന് ഞാനും കുറെ പരിശോധിച്ചതാണ്. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു അഥർ മാത്രം വായിക്കാം. അൻ-നുജൂമുൽ അഅ്വാലി, അതാണ് കിതാബ്. സുഇല അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഹൽ കാന ഫിൽ അർളി ഖൽഖുൻ മിൻ ഖൽഖില്ലാഹി യഅ്ബുദൂന അല്ലാഹ ഖബല ആദം വദുരിയതിഹി, ആദമും മക്കളും വരുന്നതിന് മുമ്പ് ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഖാല നഅം, അദ്ദേഹം പറയുന്നുണ്ട്. ആരാണത്? ഖൽഖുൻ ദൂനഹും, ആദം സന്താന പരമ്പരയും അല്ലാത്ത സൃഷ്ടികൾ. ലഹും അബ്ദാനുൻ വ അർവാഹുൻ ബിഗൈരി അജ്നിഹത്തിൻ യഅകുലൂന വയശ്റബൂൻ നസ്നാസുൻ വ അശ്ബാഹു ദാലിക് ഖലഖഹുമുല്ലാഹ് വലൈസു ബിഇൻസിൻ വഅസ്കനഹും ഔസാത്തൽ അർള്. ഔസാത്തൽ അർള് പറഞ്ഞാൽ ഞാൻ മലയാളം വായിക്കുന്നില്ല, നിങ്ങൾ പണ്ഡിത വിദ്യാർത്ഥികളാണ്. വഅസ്കനഹും ഔസാത്തൽ അർള്, ഔസാത്തൽ അർള് പറഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശം. വളരെ കറക്റ്റാണ്. ഈ പറയുന്ന സാധനങ്ങളുടെ ഫോസിലുകൾ കിട്ടുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ആഫ്രിക്ക, അതേപോലെ ഈ താഴെ അമേരിക്ക, സൗത്ത് അമേരിക്ക. അപ്പൊ നമ്മൾ ഈ ഭൂമധ്യരേഖ നോക്കിയാൽ ഈ ലാറ്റിറ്റ്യൂഡ് 0 അത് വരുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന ഇക്വഡോർ മുതൽ ഇങ്ങോട്ട് വരുന്ന ഈ പ്രദേശം. അവിടെ നിന്നാണ് ഈ സാധനങ്ങളുടെ ഫോസിലുകൾ കിട്ടുന്നതും. കറക്റ്റാണത് സാഹചര്യം വെച്ച് നോക്കിയാൽ. അവരുടെ പണി എന്താ? അപ്പൊ സ്വാഭാവികമായി നസ്നാസ് എന്നൊക്കെ പറയുമ്പോ ആൾക്കുരങ്ങ് നല്ല ഡിക്ഷണറിയിലുള്ളത്. ഇതൊക്കെ മനുഷ്യരുടെ ഈ ഒരു ചെയിനിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. യുഖദ്ദിസൂനല്ലാഹ, ഇന്ന് കാണുന്ന ആൾക്കുരങ്ങ് ഏതായാലും തഖ്ദീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് ഈ കാണുന്ന ഡിസ്പ്ലേയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആൾക്കുരങ്ങൊന്നും അല്ല. അല്ല, അലി റളിയല്ലാഹുവിനെ വെറുതെ പറഞ്ഞു എന്ന് പറയണം. അല്ലെങ്കിൽ അലി റളിയല്ലാഹുവിനെ കുറിച്ച് ഇത് വെറുതെ പറയുന്നു എന്ന് പറയണം. ഇതൊക്കെ വെറുതെയാണെന്ന് വന്നാൽ ഈ വെറുതെ അല്ലാത്തതിന്റെ പ്രത്യേകം പ്രമാണം നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ വെറുതെ ഇവരിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെട്ട അതൊന്നും വെറുതെ അല്ല. അപ്പൊ വിഷയാവും. അപ്പൊ യുഖദ്ദിസൂനല്ലാഹ് പിന്നെയുണ്ട്. അതിങ്ങനെ നീണ്ടുപോകുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞ ആ വിഭാഗങ്ങളൊക്കെ അലി റളിയല്ലാഹുവിന് എണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവ് പറയുന്നു. അലി റളിയല്ലാഹു അൻഹു, യാ അയ്യുഹന്നാസു ഉഅ്ബുദു, ഇത് അൻ-നുജൂമുൽ അഅ്വാലി എന്നാണ് ഈ കിതാബ്, പഠിക്കേണ്ടതാണ്. അല്ലാഹു അലം. അദ്ദേഹം ഏതായാലും തെളിവ് പറയുന്നത് യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും. ഈ കും എന്ന് പറഞ്ഞ മുഖാത്തബ് അൽ ഇൻസാനാണ്. കാരണം വേറെ പല ആയത്തിലും കുമ്മിന്റെ മുഖാത്തബീങ്ങൾ ആഴ്മത്തുന്നാസാണ്. അപ്പം വല്ലദീന മിൻ ഖബലിക്കും, ഖലഖക്കും എന്ന് പറഞ്ഞാൽ ഏതായാലും അത് അറബികളോട് മാത്രം ആവൂലാലോ. അത് ഒരു അഹസ് കൊണ്ടുള്ള ഒരു തഫ്സീർ ആവില്ലേ? അത് ഖൽഖിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ അങ്ങനെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രം പറഞ്ഞിട്ടില്ല. ഒരു വർഗത്തെയോ വംശത്തെയോ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വർഗത്തെയോ ഒരു ഇനത്തെയോ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നുകിൽ അത് നൗആയിരിക്കണം, അല്ലെങ്കിൽ ജിൻസായിരിക്കണം. അപ്പോൾ പിന്നെ വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ള വർഗം, നിങ്ങളുടെ മുമ്പുള്ള ഇനം, ലഅല്ലക്കും തത്തഖൂൻ. അപ്പൊ നിങ്ങളുടെ മുമ്പ് വർഗം ഉണ്ടായിരുന്നു, നിങ്ങളുടെ മുമ്പ് അള്ളാഹിനെ ആരാധിച്ച ഇനം ഉണ്ടായിരുന്നു എന്ന് വന്നാൽ, ഞാനിപ്പോ എന്താ ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്നറിയോ? എന്ന് വന്നാൽ ആദം അലൈഹിസ്സലാമിനെ 2.5 ലക്ഷം കൊല്ലം മുമ്പും 4 ലക്ഷം കൊല്ലം മുമ്പും അനാട്ടമിക്കലി ആൻഡ് മെറ്റബോളിക്കലി ആദം അലൈഹിസ്സലാമിന്റെ ശരീരഘടനയുള്ള, മനുഷ്യരുടെ ശരീരഘടനയുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട് എന്ന് ഈ പരിണാമത്തിന്റെ ചക്രത്തിൽ തന്നെ അവര് പറയുന്നതാകാം, ആവാത്തതാവാം, ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന
തഖ്ദീസ് ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവരിലേക്ക് അവരുടെ ബുദ്ധി നിലവാരമുള്ള പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുമുണ്ട്. ഈ മുഴുവൻ വിഭാഗത്തിനെയും പറയുന്ന പേര് ബഷർ എന്നാണ്. ഈ ബഷർ വിഭാഗത്തിന്റെ സയ്യിദാണ് സയ്യിദുൽ ബഷർ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഓരോ വിഭാഗത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വരുമെന്നുള്ള കാര്യം അറിയിപ്പ് കിട്ടിയിരുന്നു എന്നാണ്. അപ്പൊ വരുന്ന ഒരു ഇഷ്കാലാണ്, അങ്ങനെയാണെങ്കിൽ ഇസ്ലാം പരിണാമത്തെ അംഗീകരിക്കുന്നുണ്ടോ? അതല്ല എന്റെ വിഷയം. എന്നിട്ട് ആദം അലൈഹിസ്സലാം വന്നിട്ട് മനുഷ്യര് മാറി മാറി വന്ന് മനുഷ്യർ മറ്റു ഗോളങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന, മറ്റു ഗോളങ്ങളിലുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരളവിലേക്ക് വളർന്നാലും ഈ ചങ്ങലയിലുള്ള ഘട്ടം എന്നല്ലാതെ ഒരു പുതിയ കാലത്തെ ഒരു പ്രത്യേക ഒരു സംഭവമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ഖുർആന്റെ വെളിച്ചത്തിൽ ന്യായമില്ല. ഖുർആൻ നേരത്തെ കണ്ടു. ഇനി ആ ഇഷ്കാലിന് നമുക്ക് സമാധാനം ഇങ്ങനെയാണ്. ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന വ്യക്തിയെ, ബശർ വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന നമ്മുടെ പ്രപിതാവായ വ്യക്തിയെ, ഇൻസാന്റെ അബായ പ്രത്യേകം അള്ളാഹു സൃഷ്ടിക്കുകയും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും എന്നിട്ട് മറ്റ് ബശർ വിഭാഗത്തിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതും അല്ലമഹുൽ ബയാൻ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതും എന്നാണ് അതേക്കുറിച്ച് ഈ പറയുന്ന ഗവേഷക പണ്ഡിതന്മാർ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.